ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുമെങ്കിലും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുകയില്ല. അപരിചിതങ്ങളായ പ്രദേശങ്ങളിൽ അസമയത്ത് സഞ്ചരിക്കരുത്. ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂകളും സുഗമമാകണമെന്നില്ല. പൊതുപ്രവർത്തകർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരും. ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഡ്യൂട്ടി സമയത്ത് വളരെ ജാഗ്രത പാലിക്കുക. കലാകായിക രംഗത്തുള്ളവർക്ക് പല അവസരങ്ങളും നഷ്ടമാകുവാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി ഭഗവതിക്ക് നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. അർത്ഥനാശത്തിന് സാധ്യത കാണുന്നു. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ ചിലത് അനുവദിച്ചു കിട്ടും. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ ഒന്നിക്കുവാൻ അവസരം വന്നു ചേരും. കോടതി കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമാകുമെങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുകയില്ല. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മെച്ചമായ സമയമല്ല. കുറ്റാരോപണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. സ്പോർട്സ് രംഗത്തുള്ളവർ നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നത് നല്ലതല്ല. സ്ഥാപനത്തിൽ മോഷണം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. മനക്ലേശവും അധ്വാനഭാരവും കൂടും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചെലവഴിക്കേണ്ടി വരും. ബന്ധുക്കൾ മൂലം ഗുണഫലം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂല സ്ഥലങ്ങളിലേക്ക് സ്ഥലമാറ്റമുണ്ടാവും. ബിസിനസ്സുകാർ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. പല മേഖലകളിൽ നിന്നും ധനവരവുണ്ടാവും. തൊഴിൽ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നാനാതരത്തിൽ പ്രോത്സാഹനം ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ശത്രുക്കൾ ഉണ്ടാകുമെങ്കിലും അവരുടെ പ്രവർത്തനം സഫലമാകില്ല. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദം കാൽ, പൂയം, ആയില്യം. തർക്കവിഷയങ്ങളിൽ ഒന്നും ഏർപ്പെടരുത്. പോലീസ് കേസുകളിൽ അകപ്പെടാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള തൊഴിലിൽ അഭിവൃദ്ധിക്കുറവും സ്ഥാനഭ്രംശവും വന്നേക്കാം. കുടുംബജീവിതം തൃപ്തികരമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും. പഠനത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് അപ്രതീക്ഷിതമായി സ്ഥലമാറ്റമുണ്ടാവും. വിവാഹപ്രായമായവർക്ക് ആലോചനകൾ മുടങ്ങുവാൻ സാധ്യത കാണുന്നു. നല്ല രീതിയിൽ നടന്നു പോന്നിരുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ സന്തോഷകരമല്ലാത്ത ചില അവസ്ഥകൾ സംജാതമാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദം കേൾക്കേണ്ടി വരും. തന്നിമിത്തം പല അവസരങ്ങളും നഷ്ടമാകും. കായിക രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കുകയില്ല. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. ചെലവ് അധികരിച്ചിരിക്കും. സഹോദരങ്ങളെ കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഗൃഹത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കും. ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കാൻ പറ്റും. ലോണുകൾക്കുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും. സർക്കാർ ഉദ്യോഗസ്ഥർ ശിക്ഷണ നടപടികളിൽ നിന്നും ഒഴിവായി കിട്ടും. രാഷ്ട്രീയക്കാർക്ക് മെച്ചമേറിയ സമയമാണ്. ഉന്നതങ്ങളിൽ നിന്നും അംഗീകാരം തേടിയെത്തും.
കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റുമെങ്കിലും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാവും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്, ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും. തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കപ്പെടും. അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ബിസിനസ്സുകാർ കൂടുതൽ പണം മുടക്കി പുതുസംരംഭം ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ പ്രയാസമേറിയതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കുകയില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. കുറ്റാരോപണം ഉണ്ടാകാൻ സാധ്യത കാണുന്നു. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അണികളുടെ അപ്രീതി ഉണ്ടാവും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് പരിശീലനക്കുറവ് മൂലം ശോഭിക്കുവാൻ സാധിക്കില്ല. കലാരംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്ന വേഷങ്ങൾ ലഭിക്കണമെന്നില്ല. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ടും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. തുലാക്കൂറ്, ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ. ഈ രാശിക്കാർക്ക് അധ്വാനഭാരം കൂടും. സ്ഥാനചലനത്തിന് അവസരം കാണുന്നു. പിണങ്ങിപ്പോയവർ അടുക്കുവാൻ സാധ്യത. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാവും. പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും. ബിസിനസ്സുകാർക്ക് കടബാധ്യതകൾ കുറഞ്ഞു വരും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ഭാഗികമായി ലഭിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശകരമായ നേട്ടമുണ്ടാക്കാൻ പറ്റും. കലാരംഗത്തുള്ളവർക്ക് ധനലാഭവും പുതിയ നല്ല അവസരങ്ങളും ലഭിക്കുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്, വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട. ഗുണാനുഭവങ്ങൾ പലതും ഈ രാശിക്കാർക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ക്രയവിക്രയങ്ങളിൽ ലാഭം കുറയും. പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും. എങ്കിലും പരീക്ഷകൾ പ്രയാസമേറിയതായിരിക്കും. താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനത്തിന് കുറച്ചുകൂടി കാത്തു നിൽക്കേണ്ടി വരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യതടസ്സങ്ങളുണ്ടാവും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിത പരാജയം നേരിടും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ മാറിപ്പോകുവാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. ധനുക്കൂറ്, മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് അർത്ഥനാശമുണ്ടാവും. സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും. ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ കഴിയും. കാർഷിക മേഖലയിൽ ആദായം കൂടും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി ദീർഘദൂര യാത്ര ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ശുഭകരമായി ഭവിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാൻ പറ്റും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാവുകയും പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. മകരക്കൂറ്, ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. രോഗാരിഷ്ടതകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. നിക്ഷേപം വഴി ധനാഗമമുണ്ടാവും. ഭക്ഷണത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയമാണ്. വിദ്യാർത്ഥികൾ അലസത മനോഭാവം വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞു പോകുവാൻ സാധ്യത. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കുറ്റാരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു.
കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലത്തിൽ കുറവുണ്ടാവും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാവും. മനസമാധാനം കുറയും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും. അർഹിച്ച വിജയം ഉണ്ടാകണമെന്നില്ല. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ്. അവിട്ടാവസാന പകുതി ചതയം പൊരുരുട്ടാതി മുക്കാൽ. കർമ്മരംഗത്ത് അധ്വാനം കൂടും. ദൂരദേശയാത്ര ആവശ്യമായി വരും. വായ്പാ ബാധ്യത വന്നു ചേരും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. പരീക്ഷകൾ എളുപ്പമാകുകയില്ല. സർക്കാർ ജീവനക്കാർക്ക് മെച്ചമായ സമയമല്ല. കുറ്റാരോപണമുണ്ടാകുവാൻ സാധ്യത കാണുന്നു. പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാർഷിക മേഖലയിലുള്ളവർക്ക് ആദായം കുറയും. ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. ജാഗ്രത പാലിക്കുക. സ്പോർട്സ് രംഗത്തുള്ളവർ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും മത്സരങ്ങളിൽ അപ്രതീക്ഷിത പരാജയം നേരിടേണ്ടി വരും. കലാരംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്ന വേഷങ്ങൾ ലഭിക്കണമെന്നില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. മീനക്കൂറ്. പൊരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. ഈ രാശിക്കാർക്ക് പലവിധത്തിലും മനക്ലേശമുണ്ടാവും. തീ, ആയുധം ഇവ മൂലം ആപത്തുണ്ടാകുവാൻ സാധ്യത കാണുന്നു. മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള വഴികൾ നിയമപരമായോ അല്ലാതെയോ വന്നു ചേരും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും. ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കണം. തന്ത്രപരമായി പെരുമാറിയില്ലെങ്കിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവും. ദോഷപരിഹാരമായി നരസിംഹമൂർത്തിക്ക് പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.